ഹായ് എവരി വൺ. ആദ്യം തന്നെ കേരള സർക്കാരിനോടൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഒരു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള 100 രാഹുൽ ഈശ്വർമാർ വരും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്? പൊന്നു പ്രേക്ഷകരെ, അതിജീവിതയായ ആ പെണ്ണിൻ്റെ പേര് എവിടെയും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല. അതിജീവിതയുടെ അഡ്രസ്സ് പോലും, ഒരു ഫോട്ടോ പോലും ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല. ഇവന്മാര് രാഹുലിനെ, അതായത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കളവ് പറയുകയാണ്. അതിജീവിതയുടെ ഫോട്ടോ രാഹുൽ ഈശ്വർ പബ്ലിഷ് ചെയ്തു എന്ന്. എവിടെയാണ് രാഹുൽ ഈശ്വർ അങ്ങനെ ചെയ്തത്? നിങ്ങൾ അതിനുള്ള പ്രൂഫ് കാണിച്ചു തരണം. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ രാഹുൽ ഈശ്വർ ഇന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഞാൻ സംസാരിക്കും. എന്നെ അറസ്റ്റ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. രാഹുൽ ഈശ്വറിന്റെ സ്ഥാനത്തിരുന്ന് ഞാൻ സംസാരിക്കും. നാവുള്ളത്ര കാലം ഞാൻ സംസാരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം രാഹുൽ ഈശ്വർ ആദ്യം പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ സാറേ, എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. ഇന്ന് ശരി സാർ. ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. എന്താണ് സർക്കാരെ, നാണമുണ്ടോ? അതായത് എന്ത് തെറ്റാണ് രാഹുൽ ഈശ്വർ ചെയ്തത്? രാഹുൽ മങ്കൂട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നതാണ് നിങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ കംപ്ലൈന്റ് തന്നാണ് നമുക്ക് വെക്കാം. ഇവിടെ രാഹുൽ ഈശ്വർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അതിജീവിതയുടെ ഏത് ഫോട്ടോയാണ് രാഹുൽ ഈശ്വർ പുറത്തുവിട്ടത്? ഒരു കാര്യം പറയുകയാണ്, സർക്കാരിനെതിരെ സംസാരിക്കുന്നവർ, നെറികേട് കാണിക്കുമ്പോൾ സംസാരിക്കുന്നവരെ അറസ്റ്റ് ചെയ്താൽ കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നെ അറസ്റ്റ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഞാനൊരു കാര്യം പറയുകയാണ്, ശബ്ദിക്കും. നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ലത് കാണിച്ചിട്ടാണ്, നല്ലത് ചെയ്തിട്ടാണ്, അല്ലാതെ നിങ്ങൾ ഗർഭം കൊണ്ടുവന്നിട്ടല്ല. ഓക്കെ, ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ അഭിപ്രായമാണ് പറയുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ഞങ്ങൾ പറയുന്നു. രാഹുൽ ഈശ്വർ ഏതെങ്കിലും ഈ അതിജീവിതയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു? ഇങ്ങനെ പോയാൽ ജനാധിപത്യത്തിന് എന്ത് വിലയാണുള്ളത്? ഇതിന് ജനങ്ങളെ നിങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത്. 2026 വോട്ടിട്ടാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. ഓക്കെ, നാളെ ഇതിനെപ്പറ്റി രണ്ടാമത് വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ചാനൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്നെയും കൊണ്ടുപോകും. എന്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അറിയില്ല. ഇവന്മാർ പറയുന്നത് നിയമമല്ലേ? ഇവന്മാർ എന്ത് പറഞ്ഞാൽ അത് നിയമമാണ്. എവിടുത്തെ ന്യായമാണിത്? ഓക്കെ, രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഫോട്ടോയും ഇട്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്നാണ് പറഞ്ഞത്. വ്യാജ പരാതിയാണ്. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. വ്യാജ പരാതിയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യണം. ഒരു ഫോട്ടോയും ഇട്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്നാണ് പറഞ്ഞത്. വ്യാജ പരാതിയാണ്. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. അല്ല, ഇവിടെ നിന്ന് മാറിയേക്ക്.
മെൻസ് കമ്മീഷൻ. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. എന്തൊരു വ്യാജ പരാതിയാണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ എവിടെയെങ്കിലും ഇട്ടോ? എവിടെ ഇട്ടിട്ടില്ല. പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെൻസ് കമ്മീഷൻ. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്ത് നോക്കുക. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല. ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്. വ്യാജ പരാതിയാണ്. മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല. കള്ളം പറയുവാണ്. കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അധിക്ഷേപ പരാമർശം നടത്തിയില്ലേ? കള്ളക്കേസാണ്. കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുള്ള ദേഷ്യമാണ്. രാഹുലിനെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ കേരള സമൂഹമേ നമ്മൾ ഓരോരുത്തരും ഇറങ്ങണം. ഇല്ലെങ്കിൽ അതായത് കേരള സർക്കാരിനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ഇങ്ങനെ കൊണ്ടുപോയി ജയിലിലടക്കും. ഇത് വളരെ വളരെ പ്രശ്നമാണ്. ഇവിടെ എന്ത് നിയമമില്ലേ? അപ്പോൾ ഇതുവരെ വേറെ UDF ഇവിടെ ഭരിച്ചിട്ടില്ലേ? എന്താണ് ഇന്ത്യയിൽ മൊത്തം എന്താണ് ഇവിടെ നടക്കുന്നത്? അതായത് കേരള സർക്കാരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നു, ഒരു തെളിവുമില്ലാതെ. ഇവിടെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചു എന്നാണ്. എവിടെയാണ് രാഹുൽ ഈശ്വർ അങ്ങനെ വെച്ചത്? ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ എല്ലാ വീഡിയോ ഇരുന്ന് കാണുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു ക്ലിയർ ആയിട്ടാണ് രാഹുൽ ഈശ്വർ കാര്യങ്ങൾ പറയുന്നത്. ഒരു ഫോട്ടോ പോയിട്ട് എന്തും വെച്ചിട്ടില്ല രാഹുൽ ഈശ്വർ. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്തത്? നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യണം. സത്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എന്താണ്? ഇങ്ങനെ പോയാൽ എന്താവും അവസ്ഥ? സർക്കാരിനെതിരെ ആരും, ഒരു മാധ്യമം സർക്കാരിന് മാത്രം പൈസ മേടിച്ചിട്ടാണോ അങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഒരു മാധ്യമം പോലും സർക്കാർ ചെയ്യുന്ന കൊള്ളത്തരം ഒന്നും പറയുന്നില്ല. പേടിച്ചിട്ടാണോ എന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല. അപ്പം നാളെ ചിലപ്പോൾ എൻ്റെ ചാനൽ ബാൻ ചെയ്യും. ഒരു പക്ഷേ ചിലപ്പോൾ എന്നെ നാളെ അറസ്റ്റ് ചെയ്യും സർക്കാരിനെതിരെ സംസാരിച്ചതിന് വേണ്ടിയിട്ട്. ഇത് വളരെ വളരെ പ്രശ്നമാണ്. കേരള സമൂഹമേ, നമ്മൾ മലയാളികളാണ്. നമ്മൾ ഇപ്പം തന്നെ ഇതിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതായത് സർക്കാരിനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ജയിലിൽ കൊണ്ടുപോയി അടക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ്, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്? നിങ്ങൾ പറയും ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ 2-3 ദിവസം കഴിഞ്ഞാൽ വിടുമല്ലോ. ഈ 3 ദിവസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഉള്ളത് രാഹുൽ ഈശ്വർ മാത്രമാണ്. അങ്ങനെയുള്ള ഒരാളെയും കൂടി അറസ്റ്റ് ചെയ്യുകയാണ്. എന്താ അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ ആര് സംസാരിക്കും? ഇത് വളരെ വളരെ വൃത്തികെട്ട സർക്കാരാണ്. ഇതിന് നമ്മൾ ജനങ്ങളാണ് 2026 ഇലക്ഷൻ വരുമ്പോൾ വോട്ടിട്ടാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. ഈ സർക്കാർ ഒന്ന് പോവണം. അതായത് ജനങ്ങൾക്ക് സംസാരിക്കുക. ഇവിടെ കേരളമാണ്, ഇന്ത്യയാണ്. എല്ലാവർക്കും അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാം. അഭിപ്രായം പറയുന്നവരെ ജയിലിൽ അടക്കുന്ന നിയമം ഇവിടെ വേണ്ട. ഇതിന് നമ്മൾ ഓരോരുത്തരും ഇറങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് തെറ്റാണ് പാവം രാഹുൽ ഈശ്വർ ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത രാഹുൽ ഈശ്വറിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അറസ്റ്റ് ചെയ്തത്? ഇവിടെ ഒരൊറ്റ അതിജീവിതം നിങ്ങൾ പറയുന്നത്. കേരളത്തിൽ എത്ര അതിജീവിതന്മാരുണ്ട്? ആരുടെയെങ്കിലും ഒരു അതിജീവിതന്മാർക്ക് ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ടോ പോലീസ്? രാഹുൽ ഈശ്വറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞ് വേണം. അപ്പോൾ നമുക്ക് ബോധമുള്ളവർക്കറിയാം പരസ്പരം കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശാരീരികമായി ബന്ധപ്പെട്ടത് എന്ന്. അപ്പോൾ ആ ഒരു കേസിന് ഇത്ര സ്ട്രോങ് ആയി എടുക്കുമ്പോൾ ഇവിടെ എത്ര പീഡന കേസുകളുണ്ട്, വേറെ എത്ര മർഡർ കേസുകളുണ്ട്? ഒന്നും തെളിയുന്നുണ്ടോ? ഈ കേസ് മാത്രം എന്താണ് ഇങ്ങനെ പൊക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതല്ല. ഇവിടെ ആ പെൺകുട്ടി, ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ ചതിച്ച് എന്തിനാണ് രാഹുലിൻ്റെ ഒപ്പം അടുപ്പം കൂട്ടിയത്? അഥവാ ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല? 3-4 പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് അറിയുമ്പോൾ 3-4 പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷമാണോ ഇത് പീഡനമെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിയത്? ചോദിക്കണം നമ്മൾ. ആദ്യം എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല, പിന്നീട് എന്തുകൊണ്ട് കൊടുക്കുന്നു? ഇതൊക്കെ ഓരോ മലയാളികളും ചോദിക്കേണ്ട ചോദ്യമാണ്. ആരും ചോദിക്കുന്നില്ല പേടിച്ചിട്ട്. ഞാൻ പേഴ്സണൽ ചിന്തിക്കുന്നത് ഒരു ജീവിതമാണ്. നാളെ തൂക്കിലേറ്റ് എന്നെ കൊന്നാലും, ഒരു എക്സാമ്പിൾ പറയുകയാണ്, തൂക്കിലേറ്റ് എന്നെ കൊന്നാലും എപ്പോഴെങ്കിലും ഒരു ദിവസം മരിക്കാനുള്ളത് നാളെ എന്ന് തീർന്നു, അത്ര തന്നെ.
ഒരു 5 മിനിറ്റിൽ തീരും. മറ്റേ വള്ളിയിട്ട് ഇത് ഇങ്ങനെ നേറ്റി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ തീരും, അത്ര തന്നെ പണി കഴിഞ്ഞ്. പിന്നെ അല്ല സത്യം, എപ്പോഴെങ്കിലും ഇപ്പോൾ നമുക്ക് കാലാകാലം ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും ജീവിക്കോ? ഇല്ല. ഒന്ന് നാളല്ലെങ്കിൽ മറ്റന്നാൾ, അതായത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മരണമെല്ലാവർക്കുമുണ്ട്. അതിപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ തീരട്ടെ. അല്ല, സർക്കാരിനെതിരെ സംസാരിച്ചാൽ കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലട്ടെ, എന്തിന് പേടിക്കുന്നു? സത്യത്തിനൊപ്പം നിങ്ങൾ നിൽക്കണം. ചിലപ്പോൾ കൊട്ടേഷൻ കൊടുത്ത് നമ്മൾ തീർക്കും, കുഴപ്പമില്ല. പേടിക്കാതെ, നമ്മളുടെ ആയുസ്സുള്ളത്ര കാലം പേടിക്കാതെ കാര്യങ്ങൾ പറയാൻ പഠിക്കണം. ആരാണ് യവന്മാർക്ക് ലൈസൻസ് കൊടുത്തത്? അപ്പോൾ ഇതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.